പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവജനമേ, വിശുദ്ധീകരണത്തിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നാളുകളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. യേശുവിൻ്റെ മുറിവുകളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ നമ്മൾ പ്രാർത്ഥിക്കുന്ന അഭിഷേകത്തിൻ്റെ ദിനങ്ങൾ. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരു നിമിഷം കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച്, കർത്താവേ, എൻ്റെ എല്ലാ ജീവിത നിയോഗങ്ങളിലും കുരിശിൽ എനിക്ക് വേണ്ടി മരിച്ച അങ്ങയുടെ മുഖം മനസ്സിൽ കണ്ട് ധ്യാനിക്കുന്നു. കർത്താവേ, എൻ്റെ നിയോഗങ്ങളിൽ അങ്ങ് ഇടപെടണമേ. അത്ഭുതകരമായ ദൈവീക ശക്തി എൻ്റെ മേൽ ചൊരിയണമേ. രണ്ട് കരങ്ങളും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അനുഭവങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്ന് കടന്നു പോകുന്ന സഹനങ്ങൾക്ക് അർത്ഥമുണ്ടെന്ന് കൃത്യമായി കുരിശിൽ നമ്മളെ പഠിപ്പിക്കുന്ന ഈശോയോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. വലിയൊരു അഭിഷേകം എൻ്റെ മേൽ വെളിപ്പെടട്ടെ. കൈകൾ അടിച്ച് ചേർന്ന് നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ശക്തി, പുതിയൊരു അഭിഷേകം. ആമേൻ. പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, ആമേൻ. അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. പടിയേ. അഭിഷേകമഴയായി പെയ്തിറങ്ങൻ പരിശുദ്ധാത്മാവേ, അനുഗ്രഹ നദിയായി എന്നിലൊഴുകൂ പരിശുദ്ധാത്മാവേ. ആത്മനദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ഓ ഹോളി സ്പിരിറ്റ്. നദിയായി ഒഴുകണേ, ആത്മശക്തിയായി കവിയണേ. ആദിമനാളിലെ പോലെ കൊടിയ കാറ്റായി വീശണേ. ആദിമനാളിലെ പോലെ പുതിയ കാറ്റ്. കൊടിയ കാറ്റായി കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പാടി. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിന്റെ തീയാണേ. ഓ ദൈവമേ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവം തീയാണേ, മഹത്വത്തിന്റെ തീയാണേ. ആമേൻ, ആമേൻ. അണയാനാവാത്ത തീയാണേ, ആത്മാവിൻ തീയാണേ. അണയാനാവാത്ത തീയാണേ, അണയാനാവാത്ത തീയാണേ. ആമേൻ. ആത്മാവിൻ തീയാണേ. രണ്ട് കരങ്ങളും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചു. ഓ കർത്താവേ, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് അത്ഭുതകരമായ ദൈവശക്തി ദൈവജനത്തിലേക്ക് വെളിപ്പെടട്ടെ. ഈ ദൈവജനം അനുഭവിക്കുന്ന സകല അസ്വസ്ഥതകൾക്ക് മേൽ കർത്താവിന്റെ ഒരു അത്ഭുത ശക്തി പകർന്നിരട്ടെ. കർത്താവിന്റെ തടസ്സങ്ങൾ മാറട്ടെ, കെട്ടുകൾ അഴിയപ്പെടട്ടെ, ദുഃഖം മാറട്ടെ, ഓർത്തോർത്തുള്ള ദുഃഖം മാറട്ടെ, ഭയചിന്തകൾ മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ അതിശക്തമായ ഇടപെടൽ ഈ ദൈവജനത്തെ മേലുണ്ടാവട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ദൈവജനത്തെ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. പുതിയ അഭിഷേകത്താൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കരങ്ങൾ കൂപ്പി ഇങ്ങോട്ട് നോക്കിക്കേ, സന്തോഷത്തോടെ പറഞ്ഞ് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അഭിഷേകത്തിന്റെ വിശുദ്ധീകരണത്തിന്റെ അനുഗ്രഹ നാളുകളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. സ്വസ്ഥമായിട്ടിരിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തു ആരാണ് എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നാളുകൾ. നമ്മൾ ആരാണെന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള അനുഗ്രഹത്തിൻ്റെ ദിനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കറിയാം, ഓശാന മുതൽ മുന്നോട്ട് നീങ്ങുന്ന ഓരോ ദിനങ്ങളും യേശു രക്തം വാർന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പാപപരിഹാര ബലിയായ ദിനങ്ങളാണ്. നമുക്കിഷ്ടം
ഓശാന വരെയുള്ള യേശുവിനെയാണ്. കാരണം ഓശാന വരെയുള്ള യേശുവിൻ്റെ ഒരു ജീവിത ശൈലി എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് 3 വർഷക്കാലം അത്ഭുതങ്ങളും അടയാളങ്ങളും, എപ്പോഴും ജനക്കൂട്ടം കൂടെ, അല്ലേ? എന്ത് രസമാണ്! നമ്മുടെ ശിഷ്യന്മാർ ആർത്തുല്ലസിച്ച് വലിയ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്ന നാളുകൾ. എന്നാൽ ഈശോ ഇതാ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എന്നോടും നിന്നോടും പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാവോ? ഓശാന ഞായർ കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി, നിൻ്റെ വ്യക്തിത്വം, നീ ആരാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ദിനങ്ങൾ. ഓശാനയുടെ ആരവങ്ങൾ വരെയല്ല, മറിച്ച് ഇത് കഴിഞ്ഞിട്ടുള്ള ഈ ദിനങ്ങൾ നിൻ്റെ ജീവിതത്തിൻ്റെ കൃത്യം വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന ദിനങ്ങളാണ്. നമുക്കിത് മനസ്സിലാക്കാൻ മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം, സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 10, 10-ാം അധ്യായം അതിൻ്റെ 32-ാം തിരുവചനത്തിൽ ഈശോ വളരെ വ്യക്തമായി ഒരു കാര്യം ആവർത്തിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: അവർ ജെറൂസലേമിലേക്കുള്ള വഴിയെ നടന്നു പോവുകയായിരുന്നു. യേശു അവരുടെ മുമ്പിൽ നടന്നിരുന്നു. അവർ വിസ്മയിച്ചു. അനുയാത്ര ചെയ്തിരുന്നവർ ഭയപ്പെടുകയും ചെയ്തു. അവൻ 12 പേരെയും അടുത്ത് വിളിച്ച് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ഇതാ നമ്മൾ ജെറൂസലേമിലേക്ക് പോകുന്നു. മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതന്മാർക്കും നിയമജ്ഞന്മാർക്കും ഏൽപ്പിക്കപ്പെടും. അവർ അവനെ മരണത്തിന് വിധിക്കുകയും വിജാതിയർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. അവർ അവനെ പരിഹസിക്കുകയും അവൻ്റെ മേൽ തുപ്പുകയും അവനെ പ്രഹരിക്കുകയും വധിക്കുകയും ചെയ്യും. 3 ദിവസത്തിന് ശേഷം അവൻ ഉയർത്തെഴുന്നേൽക്കും. യേശു 3 തവണ ഈ കാര്യം ശിഷ്യന്മാരെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പലതവണ ഒരു പ്രവചനം പോലെ ദൈവജനത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ചു. എന്നാൽ കൂടെയുണ്ടായിരുന്ന ശിഷ്യന്മാർക്കൊന്നും ഇതങ്ങ് മനസ്സിലായില്ല. അവർക്ക് 5 അപ്പം 10,000-ങ്ങൾക്ക്, മരിച്ചയാൾ എഴുന്നേൽക്കുന്നു, മുടന്തനായ വ്യക്തി ചാടി നടക്കുന്നു, അല്ലേ, എന്നിങ്ങനെ തുടങ്ങിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ട് രസിച്ച് അവരിങ്ങനെ കൂടി നടക്കുവാണ്. എന്നാൽ നമ്മൾ അറിയേണ്ട കാര്യം, ഓശാന കഴിഞ്ഞിട്ടുള്ള ദിനങ്ങളാണ് യഥാർത്ഥത്തിൽ യേശുവിൻ്റെ വ്യക്തിത്വം ലോക ജനതയെ വെളിപ്പെടുത്തിയ ദിനങ്ങൾ. എന്ന് പറഞ്ഞാൽ രക്തം വാർന്നൊഴുകുന്ന, ശരീരത്തിൽ മാത്രമല്ല മനസ്സിലും രക്തം വാർന്നൊഴുകുന്ന ഒരു ജീവിത അനുഭവമാണ് ഈ ദിനങ്ങളിൽ. യേശുവിൻ്റെ വ്യക്തിത്വം കൃത്യമായി വെളിപ്പെട്ടത് എപ്പോഴെന്നുള്ളൊരു ചോദ്യത്തിന് മർക്കോസ് സുവിശേഷകൻ കൊടുക്കുന്നൊരു മറുപടി, മർക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 39-ാം തിരുവചനം, സെൻറ്റ് മാർക്സ് ഗോസ്പൽ ചാപ്റ്റർ 15 വേഴ്സ് 39. അവന് അഭിമുഖമായി നിന്നിരുന്ന ശതാധിപൻ അവൻ ഇപ്രകാരം മരിച്ചത് കണ്ടു പറഞ്ഞു, സത്യമായും ഈ മനുഷ്യൻ ദൈവപുത്രനായിരുന്നു. ഇതാ ഒരു ശതാധിപൻ യേശുവിൻ്റെ മരണം തൊട്ട് മുമ്പിൽ കണ്ടപ്പോൾ, ഈ മരണം കണ്ടിട്ട്, അവൻ്റെ ശരീരത്തിൽ രക്തം വാർന്നൊഴുകുന്നത് കണ്ടിട്ട്, അവൻ്റെ സഹനം കണ്ടിട്ട്, കുരിശിനോടുള്ള യേശുവിൻ്റെ നിലപാട് കണ്ടിട്ട് ഇവൻ വിളിച്ചു പറയുകയാണ്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മുമ്പിൽ യേശുവിൻ്റെ ഐഡൻറ്റിറ്റി കൃത്യമായി വെളിപ്പെട്ടത് കുരിശു മരണത്തിലാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കിഷ്ടം ഏതാണ്? ഓശാന വരെയുള്ള യേശുവിൻ്റെ ജീവിതം. അത് താരപരിവേഷമൊക്കെ ഉണ്ട്, കയ്യടിയുണ്ട്, ആർപ്പുവിളിയുണ്ട്, ബഹളമുണ്ട്, ഒക്കെയുണ്ട്. എന്നാൽ ഈശോ ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മളോട് പഠിപ്പിക്കുന്നൊരു കാര്യം, ഈ ഓശാനയുടെ ജൈവിളികളിൽ അവസാനിക്കേണ്ടതല്ല ജീവിതം, മറിച്ച് റിയാലിറ്റി എന്ന് പറയുന്നത് വളരെ പെയിൻഫുള്ളാണ്. രക്തം വാർന്നൊഴുകുന്ന ജീവിത അനുഭവങ്ങൾക്ക് മുമ്പിലാണ് നിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുന്നത്. സത്യമല്ലേ? ഇപ്പം നമുക്കറിയാമല്ലോ, വിവാഹം എന്ന് പറയുന്ന കൂദാശ എന്ത് രസകരമായിട്ടാണ് നമ്മൾ ആ വിവാഹ ദിനത്തിൽ നമ്മൾ ആഘോഷങ്ങൾ നടത്തുന്നത്, അല്ലേ? പെണ്ണും ചെറുക്കനും പെണ്ണും എത്ര സന്തോഷത്തോടു കൂടിയ ജീവിതം ആരംഭിക്കുന്നത്. എന്നാൽ അന്ന് കാണുന്ന ആ ആഡംബരം, അന്ന് കയ്യടിക്കാനും ആർപ്പ് വിളിക്കാനും സന്തോഷത്തോടുകൂടെ പെരുമാറാൻ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ഫോട്ടോ എടുക്കാൻ ആളുകളുണ്ട്, പൂക്കളെറിയാൻ ആളുകളുണ്ട്. എന്നാൽ
മുന്നോട്ടുള്ള ജീവിതം ഈ പൂക്കൾ അലങ്കരിക്കപ്പെട്ട ജീവിതമാണോ? അല്ലല്ലോ. റിയാലിറ്റി, യാഥാർത്ഥ്യം എന്ന് പറയുന്നത് വേദനയുടെയും ദുഃഖത്തിൻ്റെയും മേഖലകളാണ്. അവിടെയാണ് നിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത്, നിൻ്റെ യാഥാർത്ഥ്യത്തിലുള്ള സ്വഭാവം വെളിപ്പെടുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പുത്തൻ കുർബാന, എൻ്റെ ഇടവക ദേവാലയത്തിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ച് എൻ്റെ പ്രിയപ്പെട്ടവരായ ജനം, ഞാൻ ഇടയ്ക്ക് ശുശ്രൂഷയ്ക്കൊക്കെ പോയിരുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രിയപ്പെട്ട ജനമൊക്കെ അന്നത്തെ പുത്തൻ കുർബാന, ആദ്യത്തെ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുണ്ട്. ഈ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ വലിയ സന്തോഷം. ഈ പുത്തൻ കുർബാന ദിനത്തിൽ ഒരു ശുശ്രൂഷയും കൂടെയുണ്ട്. അതായത് ഈ പരിശുദ്ധ കുർബാന അർപ്പിച്ചതിന് ശേഷം അൾത്താരയുടെ മുൻവശത്തോട്ട് വന്ന് നമ്മളിങ്ങനെ 2 കരങ്ങൾ ഇങ്ങനെ തുറന്നു പിടിക്കുമ്പോൾ ജനം ഇങ്ങനെ വന്ന് നമ്മുടെ കൈമുത്തും. എന്ന് പറഞ്ഞാൽ നമ്മളെ വലിയൊരു അംഗീകാരം നൽകി അൾത്താരയിൽ നമ്മൾ ബഹുമാനിക്കുകയാണ്. അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കുമ്പോൾ കാണുന്ന ജനം, ഹാഹാ എന്ത് രസകരമായിരിക്കുന്നു. ജനം മുഴുവൻ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു, അവരെൻ്റെ കയ്യിൽ വന്ന് മുത്തുന്നു. വലിയ സുന്ദരമായി, മനസ്സിൽ ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഈ ശുശ്രൂഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അടുക്കൽ വന്ന് ഒരു ശമ്മാശം വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് അപ്പുറത്ത് പാരീഷ് ഹാളിൽ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്, അങ്ങോട്ട് വരണം. അപ്പോൾ ഞാൻ പറഞ്ഞത് തീർന്നു. അപ്പോൾ ജനങ്ങളെല്ലാം കൈമുത്തി. അതിനുശേഷം ഞാൻ സങ്കീർത്തിയിലേക്ക് വന്ന് ഞാൻ അണിഞ്ഞിരുന്ന ഈ തിരുവസ്ത്രങ്ങൾ അത് ഊരി അൾത്താരെ, അതായത് തിരുവസ്ത്രം സൂക്ഷിക്കുന്ന സ്ഥലമുണ്ട്, അവിടേക്ക് ഞാൻ വെക്കുമ്പോൾ ആ സങ്കീർത്തിയിൽ ആരുമില്ല, എല്ലാവരും സ്വീകരണത്തിന് അങ്ങോട്ട് പോയിരിക്കുക. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഒരു സീനിയർ വൈദികൻ ആ സങ്കീർത്തിയിലോട്ട് കടന്നു വന്നു. അദ്ദേഹം മരിച്ചുപോയി, ഒരു അപകടത്തിൽ മരിച്ചു, വിശുദ്ധനായി, ചെറിയാച്ചനെന്ന് വിളിക്കും. ആ വൈദികൻ അങ്ങോട്ട് കടന്നു വന്നിട്ട് എന്നെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ ആരുമില്ലല്ലേ? ഞാൻ പറഞ്ഞു, ആരുമില്ല. എന്നോട് പറഞ്ഞു, ഇതാണ് നിൻ്റെ ജീവിതം. ഞാൻ പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. നീ അൾത്താരയ്ക്ക് മുമ്പിൽ കണ്ട ജനമുണ്ടല്ലോ, അത് ആരവങ്ങളും വലിയ സന്തോഷത്തിൻ്റെയും ഒരടയാളം. പക്ഷേ യഥാർത്ഥത്തിൽ ഇനിയുള്ള നിൻ്റെ ജീവിതം ദേ ഈ അൾത്താര, ഇവിടെ ഈ തിരുവസ്ത്രങ്ങൾ, ഇവിടെ ആരുമില്ല. എന്നിട്ട് കയ്യിൽ നിന്നച്ഛൻ ഒരു അന്ത്യത്താഴത്തിൻ്റെ രൂപം തന്നിട്ട് പറഞ്ഞു, ഇനിയുള്ള ദിനങ്ങളിൽ ഈ അന്ത്യത്താഴം നിനക്ക് കൂട്ട്. എൻ്റെ മേശപ്പുറത്ത് ഞാൻ എന്നും അത് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അന്നെനിക്ക് മനസ്സിലായില്ല. പിന്നീട് എനിക്ക് ജീവിതത്തിൻ്റെ പല തിക്ത അനുഭവങ്ങളും കൈകാര്യം ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, ആരും കൂടെയില്ല. ഈ കൈമുത്തിയവരും ആരവങ്ങൾ ജീവിതത്തിന് സന്തോഷം പകർന്നവരുമൊക്കെ അതൊരു വശത്തുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ, പച്ചയായ അനുഭവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാവില്ല. നമ്മൾ ഒറ്റയ്ക്ക് അതിനെ നേരിടണം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഐഡൻറ്റിറ്റി, ഞാനെന്ന് പറയുന്നൊരു വൈദികൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും മുമ്പിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സാഹചര്യത്തിൽ, ആരും സഹായിക്കാനില്ലാതെ ആകാശത്തോട്ട് നോക്കി നെടുവീർപ്പിട്ടുകൊണ്ടിരിക്കുന്ന സമയം, അവിടെയാണ് എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും തിരിച്ചറിയണം, ഓശാനയുടെ ആർപ്പ് വിളിയിൽ ഒടുങ്ങാനുള്ളതല്ല ക്രൈസ്തവ ജീവിതം. മറിച്ച് മുമ്പോട്ടുള്ള വഴിയിൽ നിന്റെ ശരീരത്തിൽ രക്തം പൊടിയും. നിന്റെ പല അനുഭവങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ നിന്റെ മനസ്സിങ്ങനെ വെണ്ണീറാവും. ജീവിതത്തിൻ്റെ പല സങ്കടങ്ങളും വരുമ്പോൾ എന്താ ചെയ്യേണ്ടെന്ന് ഒരു പിടുത്തം കിട്ടാതെ വരും. അവിടെയാണ് നിന്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത്. യേശു ഓശാന ഞായറിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അവസാനിപ്പിക്കുക മാത്രമല്ല, മുമ്പോട്ടുള്ള വഴികളിൽ യഥാർത്ഥത്തിൽ എന്താണ് അത്ഭുതമെന്ന്, യഥാർത്ഥത്തിൽ എന്താണ് ജീവിതത്തിന് സാക്ഷ്യമെന്ന് ജനത്തെ പഠിപ്പിക്കുകയാണ്. ഈ നാളുകളിൽ രക്തം വാർന്നൊഴുകുന്ന യേശുവിനെ ധ്യാനിക്കുമ്പോൾ ഹൃദയത്തിൽ ഉറപ്പിക്കണം, കർത്താവേ, ഇതാണ് എൻ്റെയും നിലപാട്, എൻ്റെയും വിളി ഇതാണ്. വിവാഹം കഴിഞ്ഞിട്ട് 25 വർഷങ്ങൾ കഴിഞ്ഞു. ഒരു കുടുംബം വളരെ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ കുടുംബത്തിലെ കുടുംബനാഥൻ്റെ ഒരു അവിശുദ്ധ ബന്ധം, അതായത് കുടുംബത്തിലെ താളം തെറ്റിക്കുന്ന ചില പ്രവൃത്തികൾ, കുടുംബനാഥൻ, ഇതാ കുടുംബത്തിൻ്റെ അസ്വസ്ഥത, ഭാരം.
ആ ഭാര്യ ഭർത്താവിനെ എങ്ങനെ ഉൾക്കൊള്ളുമെന്നറിഞ്ഞുകൂടാ. ഒരു നാണക്കേടിലൂടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയോടുള്ളൊരു ബന്ധം ആ ഇടവകയിൽ, ആ പരിസര പ്രദേശങ്ങളിലൊക്കെ അറിയുന്നു. ആകപ്പാടെ നാണക്കേട്, പ്രശ്നം, പരിഹാരം എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ. ആ കുടുംബം കണ്ണുനീരിലാണ്. ആ കുടുംബത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവർ കണ്ണുനീരിലാണ്. എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. ഈ ഭാര്യയുടെ സങ്കടം കാണണം. ഈ ഭാര്യയ്ക്ക് ഭർത്താവിനെ ഇനി എങ്ങനെ അംഗീകരിക്കാൻ പറ്റും? നാണക്കേടും മാനക്കേടും, പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥയാണ്. വലിയ ഞെരുക്കം. ഈ ഞെരുക്കത്തിൻ്റെ നടുവിൽ ഈ സ്ത്രീ ഒരു ധ്യാനം കൂടി, കുടുംബനാഥ ഭാര്യ ഭർത്താവിനെ കൂട്ടി ഒരു ധ്യാനം കൂടി. ധ്യാനം കഴിഞ്ഞ് പരസ്പരം സംസാരിച്ച അവസരത്തിൽ എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്: അച്ഛാ, എൻ്റെ ഭർത്താവ്, ഇതെൻ്റെ ഭർത്താവ് എൻ്റെ കയ്യിൽ തന്നതാ. കാര്യം ശരിയാ, എൻ്റെ ഭർത്താവ് ഞങ്ങളെ പറ്റിച്ചു, എന്നെയും മക്കളെയും പറ്റിച്ചു. വലിയ സങ്കടമുണ്ട് അച്ഛാ. പക്ഷേ ഭർത്താവിൻ്റെ കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ, അച്ഛാ, ഇതെൻ്റെ കയ്യിൽ തന്ന ഭർത്താവാണ്, ഞാൻ ഇയാൾ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. എന്ന് മാത്രമല്ല, അപമാനത്തിന് ഞാൻ വിട്ടുകൊടുക്കുകയില്ല അച്ഛാ, അപമാനത്തിന് വിട്ടുകൊടുക്കുകയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ദേശത്ത് ഇന്ന് അവർ സന്തോഷത്തോടുകൂടെ ജീവിക്കുമ്പോൾ ആ ഭാര്യയെടുത്തൊരു നിലപാട്, വേണമെങ്കിൽ കുറ്റപ്പെടുത്താമായിരുന്നു, വേണമെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകാമായിരുന്നു, നാട്ടുകാരുടെ കൂടെ മാറി നിന്നുകൊണ്ട് അപമാനിക്കാമായിരുന്നു. എന്നാൽ അതിനൊന്നും പുതിരാതെ ആ വിഷമം മുഴുവൻ നെഞ്ചിലേറ്റി കുരിശിൽ കിടക്കുന്ന ഈശോയോട് പറഞ്ഞു, ഈശോയെ, ഞാൻ അനുഭവിക്കുന്ന ഈ വേദന മുഴുവൻ നിൻ്റെ കുരിശോട് ചേർത്ത് വയ്ക്കും. നീ ഇതിനേക്കാളും വലിയ വേദന, അപമാനം അനുഭവിച്ച വ്യക്തിയല്ലേ, നിന്നെ എല്ലാവരും പറ്റിച്ചതല്ലേ. കർത്താവെ, എൻ്റെ വേദനയെല്ലാം നിന്നോട് ചേർത്ത് വയ്ക്കുന്നു. ഈ സ്ത്രീ അങ്ങനെ ഏറ്റെടുത്തത് കൊണ്ടാണ് ആ കുടുംബം നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞാൽ, ജീവിതത്തിൽ സങ്കടങ്ങളുടെയും ഭാരങ്ങളുടെയും നടുവിൽ ഇട്ടിട്ട് പോയേക്കരുത്. അവിടെയാണ് നമ്മുടെ ഐഡൻറ്റിറ്റി, നമ്മുടെ വ്യക്തിത്വം വെളിപ്പെടുന്നത്. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളുടെ നടുവിൽ ചോര വാർക്കുന്ന ഒത്തിരിയേറെ സങ്കടങ്ങളുടെ ഭാരങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഭ്രമിക്കരുത്. നിനക്ക് മുമ്പേ കുരിശും കൊണ്ട് പോയവൻ നിന്നോട് പറയുന്നു, നിൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കുമ്പോൾ അതിന് ബലമുണ്ട്. അവിടെയാണ് നിൻ്റെ ജീവിതത്തിൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് മുമ്പ് കാണിച്ചു തന്ന ഈ മാതൃക, ഓശാന ജയയുടെ ജൈവിളികൾക്കപ്പുറം രക്തം വാർന്നൊഴുകുന്ന, മറ്റുള്ളവർക്ക് വേണ്ടി സഹിക്കാനുള്ള ഈ മാതൃക ഞങ്ങളുടെ ജീവിതത്തിലും പകർത്താൻ ഞങ്ങൾക്ക് കൃപ തരണം. ഈ വലിയ പ്രാർത്ഥനയോടുകൂടെ എൻ്റെ പ്രിയരെ, പലരും ഒത്തിരി സഹിക്കുന്നവരുണ്ട് കേട്ടോ. ആ സഹനങ്ങളെല്ലാം അൾത്താരിൽ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാണ്. ഈ ആരാധന സമയം നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മേൽ അത്ഭുതകരമായി അങ്ങ് പ്രവർത്തിക്കണമേ. ആഗ്രഹത്തോടെ നമുക്കൊക്കെ സാധിക്കുന്ന ഒരു മുട്ടുകുത്തിക്ക് കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും സ്തുതി ആരാധന. കരങ്ങൾ ഉയർത്തിയൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ശക്തി ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം ഞങ്ങളുടെ മേൽ വെളിപ്പെടട്ടെ. തടസ്സങ്ങൾ മാറട്ടെ കർത്താവേ. ആരാധിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ. ഓ ദൈവമേ, പ്രിയപ്പെട്ട ദൈവജനമേ, കരങ്ങൾ കൂപ്പി പരിശുദ്ധ അൾത്താരയിലേക്ക് നോക്കി നമുക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാം. കാരണം യേശു തൻ്റെ വ്യക്തിത്വം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന അനുഗ്രഹിത ദിനങ്ങളിൽ ഇതാ ചോര വാർന്നൊഴുകുന്ന യേശുവിൻ്റെ മുഖം നീ മനസ്സിൽ കാണുക. യേശു എന്നോടും നിന്നോടും പറയുന്നത് ഇതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവിതം ഒരു സഹനമായി മാറുമ്പോഴാണ് നിന്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നത്. നീ ഒരു യേശുവിൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. അത് വെളിപ്പെടുന്നത് എപ്പോഴാണ്?
മറ്റുള്ളവർക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി നിന്റെ ജീവിതത്തിൽ ത്യാഗമെടുക്കുമ്പോൾ, ഇതാ ഒരു പരിഹാര ബലിയായി മാറുകയാണ്. ഓശാന ഞായറിൽ അവസാനിക്കുന്നതല്ല ക്രിസ്തുവിൻ്റെ ജീവിത അനുഭവം. ഓശാനയുടെ ജൈവിളികൾക്കും അപ്പുറം ഇതാ മുന്നോട്ടുള്ള വഴികളിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം രക്തമണിഞ്ഞ കാൽപ്പാടുകളാണ്. കുരിശു ചുമന്ന യേശുവിനെയാണ്. ഒറ്റയ്ക്ക് ജീവിതത്തിൽ വേദനയേറ്റവനാണ്. ഇത് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലും ബന്ധങ്ങളിലും നമ്മൾ അനുഭവിക്കുകയാണ്. കരങ്ങൾ കൂപ്പി കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഓരോ വ്യക്തിയും സ്വയം ചിന്തിക്കുക, എൻ്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഞാൻ എൻ്റെ ജീവിതത്തിൽ യേശു സഹിച്ചതുപോലെ സഹിക്കാൻ തയ്യാറാണോ? മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായ യേശുവിനെ പോലെ എത്രത്തോളം എൻ്റെ ജീവിതത്തിൽ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പൊടിയുന്നുണ്ട്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ നിന്നോട് പറയുന്നു, ചങ്കിലെ ചോര തന്ന് സ്നേഹിച്ചവൻ നിന്നോട് പറയുന്നു, നിന്റെ ജീവിതത്തിൽ ഇതൊരു പുതിയ അഭിഷേകമാണ്. നിന്റെ ജീവിതത്തിൽ നിന്റെ ഐഡന്റിറ്റി, നിന്റെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് വെളിപ്പെടുത്താനുള്ളൊരു സമയം. ആരും നിന്നെ സ്നേഹിച്ചില്ലെങ്കിലും, ആരും നിന്നെ പരിഗണിച്ചില്ലെങ്കിലും, ആരും നിന്നെ ചേർത്ത് പിടിച്ചില്ലെങ്കിലും, ഈ അൾത്താര പറയുന്നു, മകനെ മകളെ, നിന്നെ എനിക്ക് മനസ്സിലാകും. അത്രമേൽ വേദനയോടെ കടന്നു പോകുന്ന സഹോദര സഹോദരി, ഈശോ പറയുന്നു, ഈശോയ്ക്ക് നിന്നെ മനസ്സിലാകും. ഈശോ നിന്നിൽ അത്ഭുതകരമായി ഇടപെടുകയാണ്. ഓരോ വ്യക്തിയും വിശ്വസിക്കണം, എനിക്ക് വേണ്ടി ഇത്രമേൽ സ്നേഹിച്ചവനെ എൻ്റെ ജീവിതം ഈ അൾത്താരിൽ ചേർത്ത് വെക്കുന്നു. രണ്ട് കരങ്ങളും അൾത്താരയുടെ നേരെ നീട്ടിപ്പിടിച്ച്, കർത്താവേ, എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇതുപോലെ ഒരു പരിഹാര ബലിയാവാൻ. 1 യോഹന്നാൻ 2:2 തിരുവചനം, അവൻ നമ്മുടെ പാപ പരിഹാര ബലിയാണ്. നമ്മുടെ മാത്രമല്ല, ലോകം മുഴുവൻ്റെയും. കർത്താവെ, ഞങ്ങളും ഇതുപോലെ ഒരു പരിഹാര ബലിയാവാൻ ഏറ്റെടുക്കുന്നു. കർത്താവെ, ഞങ്ങളിൽ അത്ഭുതകരമായിട്ട് അങ്ങ് പ്രവർത്തിക്കണമേ. കർത്താവെ, ഞങ്ങൾ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കണമേ. കുടുംബത്തിലെ സഹനങ്ങൾ, വ്യക്തിജീവിതത്തിലെ സഹനങ്ങൾ, അവഗണനകൾ, ഒറ്റപ്പെടലുകൾ, കർത്താവെ, നിന്റെ കുരിശോട് ചേർത്ത് സഹിക്കാൻ കൃപ തരണമേ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവമേ, 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 നിന്റെ കുരിശോട് ചേർത്ത് വെച്ചു എൻ്റെ ജീവിതത്തെ ഞാൻ സമർപ്പിക്കുന്നു. ആരാധന, 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 ആരാധന. ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടട്ടെ. കർത്താവേ, ഞങ്ങളിതാ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ. ഈ ശുശ്രൂഷ സമയത്ത് ഇതാ പ്രത്യേകിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്ക് വേണ്ടി, ആരാലും സ്നേഹിക്കപ്പെടാനില്ലാതെ ജീവിക്കുന്നവർക്ക് വേണ്ടി, മുറിയപ്പെടുന്നവർക്ക് വേണ്ടി, ഇനി എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിക്കുന്നവർക്ക് വേണ്ടി, ജീവിതത്തിൽ ആത്മഹത്യ ചിന്തയുമായി കഴിയുന്നവർക്ക് വേണ്ടി, ഇന്നലകളിലെ പരാജയ അനുഭവങ്ങൾ വിഷമിക്കുന്നവർക്ക് വേണ്ടി ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് നിന്റെ മേൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കട്ടെ. ഒരു പുതിയ അഭിഷേകം നിന്റെ മേൽ വെളിപ്പെടട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ ആത്മാവാണ് നിന്നിൽ പ്രവർത്തിക്കുന്നത്. ഒരു പുതിയ അഭിഷേകം നിന്നിലേക്ക് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയം. ആരാധന, 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 ആരാധന. നാഥാ, നിൻ സ്നേഹത്താൽ എന്നെ നീ മാറ്റിയിടണേ. യേശുവേ, നാഥാ, നിൻ സ്നേഹത്താൽ എന്നെ നീ മാറ്റിയിടണേ. നാഥാ, നാഥാ, നിൻ സ്നേഹത്താൽ എന്നെ നീ മാറ്റിയിടണേ. യേശുവേ, നാഥാ, നിൻ സ്നേഹത്താൽ എന്നെ നീ മാറ്റിയിടണേ. കരങ്ങൾ കൂപ്പി ഈശോയുടെ നേരെ നോക്കി പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ നിന്റെ കുരിശോട് ചേർത്ത് ജീവിക്കാനുള്ള വലിയൊരു കൃപ. മുറിവേറ്റ യേശുവിനെ കണ്ടപ്പോഴാണ് ശതാധിപൻ പറഞ്ഞത്, ഇവൻ സത്യമായും ദൈവപുത്രനായിരുന്നു എന്നതുപോലെ തന്നെ ഒരു ക്രിസ്ത്യാനിയുടെ ഐഡന്റിറ്റിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി മുറിവേൽക്കുക എന്നുള്ളത്. കർത്താവേ, ഞങ്ങൾക്ക് ആ കൃപ വേണം. വിശ്വസിച്ച് കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ,
മക്കൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക് കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ, കൃപ വേണമപ്പാ മക്കൾക്ക്.